നമ ശിവായ. പ്രാണൻ ദേഹം വിടാനൊരു ടെൻഡൻസി കാണിക്കും. ഈ ആത്മാവ് ബോധപൂർവം ദേഹം വിടുന്ന പ്രക്രിയയാണ് സമാധി. ആത്മാവ് അബോധപൂർവം ദേഹം വിടുന്നതാണ് മരണം. അപ്പൊ ഈ മരണത്തെ ബോധപൂർവം സൃഷ്ടിക്കുമ്പോഴാണ് അവൻ മരണത്തെ അതിജീവിക്കുന്നത്. സോ മരണം എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. ഒരു ഡയമെൻഷനിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എനർജി ഡയമെൻഷൻ ചേഞ്ച്. അപ്പോൾ പല ഭൂമികകൾ, പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് 14 ലോകങ്ങളെ കുറിച്ചാണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും യോഗ ശാസ്ത്രത്തിൽ 108 തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 108 തലം എന്ന് പറഞ്ഞാൽ നമുക്ക് 108 മർമ്മങ്ങൾ, ഇദ്ദേഹത്തുള്ള 108 മർമ്മങ്ങളിൽ മനസ്സിനെ ബിന്ദുരൂപത്തിൽ ഉറപ്പിക്കുമ്പോൾ ആ ഓരോ മർമ്മങ്ങളും ഓരോ ഡയമെൻഷനും നമുക്ക് വെളിവാക്കി തരും. അപ്പൊ ഇതൊക്കെ ഒരുതരം എക്സാജറേഷൻ പോലെയാണ്. കണ്ണ് കാണാത്തവന് നിറങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് എക്സാജറേഷൻ ആണെന്ന് തോന്നും. എന്നാൽ എന്ന് അവന് കാഴ്ച കിട്ടുന്നു അന്ന് അവന് മനസ്സിലാവും ഇത് എക്സാജറേഷൻ അല്ലെന്ന്. അതുപോലെ നമുക്ക് ഈ യോഗദൃഷ്ടി, സിക്സ്ത് സെൻസ് തുറക്കാത്തവന് ഇതെല്ലാം എക്സാജറേഷനായിട്ട് തോന്നും. അത് എപ്പോൾ അവന്റെ ശ്രമത്തിൽ അത് തുറക്കുന്നു അപ്പോൾ മനസ്സിലാവും ഇതിനെല്ലാം യാഥാർത്ഥ്യം ഇതിന്റെ പിന്നിലുണ്ടെന്ന്. പക്ഷേ ഈ ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര്, സിൻസിയറായിട്ടുള്ളവർ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ടും മനസ്സിന്റെ പല നിഗൂഢ മേഖലകളും അവർ ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരുടെ യന്ത്രങ്ങൾ കൊടുത്ത കാര്യങ്ങൾ, അറിവ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ഇവിടെ ഒരു യന്ത്രമുണ്ട്, മന്ത്രതന്ത്ര യന്ത്രം. നാമം എന്ന് പറയുന്നത് ശരിക്കും ഒരു പേരിനകത്ത് ഒരു രൂപം, ഒരു പേഴ്സണാലിറ്റി, പിന്നെ ആ പേഴ്സണാലിറ്റി കോഡിങ് എല്ലാം ഒരുതരം മാത്തമാറ്റിക്കൽ കോഡ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ യന്ത്രം എന്ന് പറയുന്നത് സത്യം പറയുന്ന മെഷീൻ തന്നെയാണ്. അതായത് മനഃശക്തിയെ യാന്ത്രിക ഭാവത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. അപ്പോ കൃത്യമായിട്ടും ചാക്രികമായി പിന്നെ മനഃശക്തിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇവൻ അത് വെച്ചിട്ട് അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ഒരു വെടിയുണ്ട ശക്തമായി ഒരു സോഴ്സിൽ നിന്ന് തെറിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് മുറിവുണ്ടാക്കുന്നത് പോലെ തന്നെ ഈ മാറ്റർ ചെയ്യുന്ന പോലെ തന്നെ ഇവൻ ഇത് മൈൻഡ് വെച്ചും ചെയ്യും. ഇതാണ് പണ്ടത്തെ ഈ അസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചത്. അതായത് പറഞ്ഞാൽ തോന്നി അതൊക്കെ പഴയ അസ്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആയുധം എടുത്ത് കൊടുക്കുകയല്ലേ ഉപദേശിക്കുന്നത്. ഞങ്ങള് ഈ രാമകൃഷ്ണ ശർമ്മ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ് സാധനമാണ്. കാരണം ആ ഇതിനകത്ത് അതൊരു ടൂളല്ല, അതൊരു വലിയൊരു സയൻസ് ആണ്. അതിന്റെ പറയുന്ന ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ടൊരു അനോളജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒഴുകുന്ന വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. പുരുഷ സൂക്തത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സങ്കല്പം, അത് സങ്കല്പമല്ല, ആ ഒരു സംഭവത്തെ കുറിച്ച് രാമകൃഷ്ണ ശർമ്മ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രയിലുള്ള ഒരാളാണ് തോന്നുന്നു അതിന്റെ പ്രോജക്ട് ചെയ്തിരുന്നത്. അതാണ് അങ്ങ് പറയാൻ വന്നത്. അല്ല ഇപ്പോ ഇതൊരു സാധാരണ മനുഷ്യ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ വിദ്യുത് ശക്തിയുടെ ഉത്പാദനം എന്ന് പറഞ്ഞ ഞാൻ തോന്നുന്നു 7-ോ 6-ലാണ് പഠിച്ചതെന്ന്. ഇപ്പൊ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലേ? ആ വെള്ളത്തെ ആർക്കെങ്കിലും തടഞ്ഞു നിർത്താം. ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിന് ഡാം കെട്ടിയാണ് തടയുമ്പോൾ ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും അല്ലേ? ആ പൊട്ടൻഷ്യൽ എനർജിയിൽ അവിടെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു തന്ത്രം ഉപയോഗിക്കുക. അതിന്റെ ഡാമിന്റെ ഏറ്റവും താഴെ 2 പൈപ്പുകൾ വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ നിന്ന് നാരോ പൈപ്പിലൂടെ ഈ വെള്ളത്തെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകും. അതിനാണ് പെൻ സ്റ്റോക്ക് പൈപ്പ്. ഇപ്പൊ എത്രയെങ്കിലും സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ വെള്ളത്തെ ചുരുക്കം ചില മീറ്ററുകളോ അല്ലെങ്കിൽ പിന്നെ സെന്റിമീറ്ററുകളോ ഉള്ള കുഴലിലൂടെ ഇതിനെ താഴേക്ക് തള്ളും. ഇവന്റെ എനർജി ആ ഒരു പവർ നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഗൈജാന്റിക് പവറാണ്. ഇതിനെയാണ് കൊണ്ടുവന്നൊരു ടർബൈനിൽ അടുപ്പിച്ച് അതിനെ കറക്കുന്നത്. കറക്കി അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ആ ഇലക്ട്രിസിറ്റിയാണ് പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് കൺസ്ട്രക്റ്റീവോ ഡിസ്ട്രക്റ്റീവോ പർപ്പസിന് ഉപയോഗിക്കുന്നത്.
ഇത് തന്നെയാണ് നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിലെ മന്ത്രപ്രയോഗം. ഈ അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന ഒരു നദിയുമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ ആദ്യം ബ്ലോക്ക് ചെയ്യണം, ചിത്തവൃത്തി നിരോധിക്കണം. അതാണ് മന്ത്രം. മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ഇത് മന്ത്രം. അപ്പൊ അവിടെ ബ്ലോക്കാക്കി മനസ്സിന്റെ ആ വിശ്വബോധ ശക്തിയെ ഇവനങ്ങ് തടയും. അത് പഠിക്കണം, പഠിച്ചേ പറ്റും. അങ്ങനെ തടഞ്ഞു കഴിയുമ്പോൾ അവന്റെ മനസ്സങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവിടെ അവനൊരു തന്ത്രം പ്രയോഗിക്കും. അതാണ് തന്ത്രയോഗം. തന്ത്രം ഉപയോഗിച്ചാൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പ് പോലെ ഈ തടഞ്ഞു നിർത്തിയ ശക്തിയെ അവൻ ചില നാഡീ ചാലുകളിലൂടെ, സ്പെസിഫിക് ചാലുകളിലൂടെ ഓടിക്കും. അത് വല്ലാത്ത പ്രയോഗമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇതാണ് തന്ത്രയോഗം. അങ്ങനെ ആ ഒരു തന്ത്രം പ്രയോഗിച്ച് പ്രത്യേക ചാലുകളിൽ ഓടിക്കുമ്പോൾ ഓരോ മർമ്മങ്ങളും ഓരോ ടർബൈനാണ്. ഈവനെ ഈ മർമ്മത്തെ അങ്ങോട്ട്, മർമ്മം വെച്ചാൽ മുരളുന്നതാണ്, എനർജി ചാക്രിയമായി പ്രപഞ്ച ഊർജം തന്നെ അതിനകത്തുള്ളതാണ്. ഇതിനെ അവൻ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് അവന് കിട്ടുന്ന ശക്തിയാണ് വിശ്വബോധ ശക്തി. അതാണ് ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് അനിയന്ത്രിതമായി വ്യാപിച്ചു നിന്ന മനഃശക്തിയെ ഇവൻ നിയന്ത്രിതമായ ചാലുകളിലൂടെ കരഗതമാക്കി കഴിഞ്ഞു. അവൻ മന്ത്രയോഗിയാണ്. ആ മന്ത്രയോഗി തന്ത്രവും പിന്നീട് അവൻ ഉപയോഗിക്കുന്നതാണ് യന്ത്രം. ഈ ടർബൈൻ എന്ന് പറഞ്ഞ യന്ത്രമാണ്. ആ യന്ത്രത്തിലൂടെ അവൻ ഉണ്ടാക്കിയെടുക്കുന്ന ശക്തി അവൻ ഏത് വിധത്തിലും ഉപയോഗിക്കും. അതിന് ഇവിടെ വെച്ചിട്ടാണ് യുദ്ധരംഗത്ത് ഇത് ഈ ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും ഉപയോഗിച്ചത്. അതായത് മനസ്സിനെ ഏകീകരിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് ഈ മനഃശക്തിയെ ഇവനൊരു അസ്ത്രത്തിന്റെ അഗ്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ട് ഇവൻ അഗ്നി സങ്കല്പിച്ച് വായിക്കും. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ ദൂരെ ഇന്ന ടാർഗറ്റിൽ അഗ്നി എന്ന് പറഞ്ഞവ ഇവിടെ ഇരുന്നുകൊണ്ട് വിടുന്നത് അവിടെ കത്തുവ. ഇപ്പൊ നമ്മൾ മിസൈൽ വിടുന്ന പോലെയാണ്. മനസ്സിലാണ് അത് കൊടുക്കുന്നത്. അത് അവിടെ വീഴുമ്പോ മറ്റവൻ അറിയാം വരുന്നത് സ്കഡാണ്, പാട്രിയോട്ട് നോക്കിയിട്ട് അപ്പൊ ആഗ്നേയം വരുന്നു, ശരി, അപ്പൊ അവിടെ വരണം. ഇങ്ങനെ മനഃശക്തി ഉപയോഗിച്ചിട്ട് ഒരു സമയത്ത് പഠിപ്പിക്കാതെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ യാന്ത്രികത തന്നെയാണ് മനസ്സ് പൂർണ്ണമായും മനസ്സിനെ ഉപയോഗിച്ച് ഗുരുക്കന്മാർ ചെയ്തത്. അതാണ് ഈ ആവനാഴി എന്ന് പറയുന്ന അവന്റെ മനഃശക്തിയാണ്. മന്ത്ര തന്ത്ര യന്ത്ര പ്രയോഗങ്ങളാണ് ഗുരുക്കന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും തമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മെറ്റീരിയൽ സയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അത് മാത്രം മതി എന്ന് വാശി പിടിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പോഴ് ഭാരതത്തിന്റെ ഒരു മേജർ ഭാഗം അതാണ്. എന്നാൽ പാശ്ചാത്യരിൽ ഈ മെറ്റീരിയൽ സയൻസിന്റെ പീക്ക് ലെവൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്പിരിച്വൽ സയൻസിന്റെ സങ്കേതങ്ങൾ ഉണ്ടായേ മതിയാവും. അതുകൊണ്ടാണ് അവർ ഭാരതത്തെ ഇപ്പോ അമിതമായി ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. നോട്ടിക് സയൻസ് പുതിയൊരു ബ്രാഞ്ച് വന്നത് വളരെയേറെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ ഈ ഡാൻ ബ്രൗണിന്റെ ലേറ്റസ്റ്റ് നോവലിൽ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, CIA ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ബ്രെയിനിന്റെ ഇതിൽ ഡീകോഡ് ചെയ്തിട്ട് അത് അപാരമായിട്ടുള്ള ശക്തി വിശേഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ അവര് ഉപയോഗിക്കുന്നത് ടൂൾസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ എന്തെന്താണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര വിപ്ലവകരമായ പരീക്ഷണങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് ഇവിടെ ഒരു പരീക്ഷണം നടന്നിരുന്നു പൗരാണിക കാലത്ത്. അങ്ങനെയാണ് ഈ രസായനങ്ങൾ രസായനങ്ങളെല്ലാം കെമിക്കൽസ് ആണ്. അതിൽ കഞ്ചാവുണ്ട്, ചരസുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് ഇവൻ മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം, ബാഹ്യമായ എന്ത് ഉപാധി വെച്ചും ഇവൻ ഇതിനെ പ്രോസസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പരിധി കഴിയുമ്പോൾ നിയന്ത്രണം വിട്ടുപോകും, ഭ്രാന്തായി. അത് ഈ ഇപ്പോഴത് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരുന്നു. ഇതൊരു പരിധി കഴിയുമ്പോൾ നോക്കിക്കോ ഈ റോബോട്ടുകൾക്ക് ഭ്രാന്താവും. പക്ഷെ അത് വരാതിരിക്കണമെങ്കിൽ ഇത് ആന്തരികമായ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്രെയിൻ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പ്രയാസമാണ്. എന്നാൽ യുക്തിഭദ്രമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു മരുഭൂമിയിലൂടെ ഡ്രൈവ് ചെയ്യണം, കാർ ഒന്ന് മറിഞ്ഞ് എൻ്റെ ഒരു കൈ മുറിഞ്ഞു പോയി നോക്കി. സാധാരണഗതിയിൽ ഒരു കൈയൊക്കെ മുറിഞ്ഞു പോയാൽ മിനിറ്റുകൾക്കകത്ത് എൻ്റെ ബോധം പോകും. പക്ഷെ ഇവൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, ആരും സഹായിക്കാനില്ല, എൻ്റെ ബോധം മറയില്ല. മറിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ചത്തു. ഈ സമയത്ത് എൻ്റെ തന്നെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. ആക്റ്റീവായിട്ട് ബോഡിയിലെ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയ്ക്കും, ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവും. എന്നിട്ട് ബ്രെയിൻ തന്നെ മോർഫിനോ കൊക്കൈനോ അതുപോലെ ഏതെങ്കിലും ഹെവി പവർഫുൾ
ഈ പെയിൻ കില്ലർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വേദന ഇല്ലാതാക്കും. ഞാൻ ഈ മുറിഞ്ഞു വീണ കൈയും കക്ഷത്ത് വെച്ച് എവിടെയെങ്കിലും നടന്ന് ഏതെങ്കിലും വണ്ടി വന്ന് കൈ കാണിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സഹായം കിട്ടുമെന്ന് ബോധ്യം വരുന്നവരെ ഞാൻ സർവൈവ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ആശുപത്രിയിലോ അല്ലെങ്കിൽ ആൾക്കാരിലോ എത്തിക്കഴിയുമ്പോൾ ഞാൻ പതുക്കെ പോയി. അതുവരെ എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ ഹെവി ഡ്രഗ്. ഇതിനെയാണ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പതറ്റിക്, അപ്പോൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മൂഡാണ്. അപ്പോൾ അത് ഈ ഒരു പൊട്ടൻഷ്യൽ നമുക്കുള്ളത് ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇത് വളരെ ആക്റ്റീവ് ആകുള്ളൂ. അപ്പോൾ ഇതെനിക്ക് അനുഭവപ്പെട്ടത്, ഞാൻ മസ്കറ്റിലായിരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ളൊരു സ്ത്രീ അവിടെ ജോലി ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് യോഗ പഠിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ ഈ ആശയങ്ങളെ കണ്ടപ്പോൾ അവരൊരു ദിവസം പറഞ്ഞു എനിക്ക് പ്രൈവറ്റായിട്ടൊന്ന് സംസാരിക്കണം. അവർ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്ന് പറഞ്ഞു, അവരുടെ മൂത്ത ചേച്ചി അവർക്കൊരു മാറാ രോഗമുണ്ട്. അതായത് പെട്ടെന്ന് ഇവരുടെ വയർ ഉള്ളിലോട്ടൊന്ന് ചുരുങ്ങും. ഒരു ക്രോണിക് ഹെർണിയ അറ്റാക്ക് ആണത്. അത് കംപ്ലീറ്റ് അങ്ങ് ചുരുണ്ടിട്ട് ഇവര് ബോള് പോലെ ആകും, വേദന കൊണ്ട് ഈ ഫിക്സ് വരുന്ന പോലെ. എന്നിട്ട് ഉരുളും കിടത്തറയില്ല. ഇവിടെ ഒരു വായിന്ന് മൂക്കുന്നൊക്കെ നുരയും പതയൊക്കെ വന്ന് പിന്നെ അങ്ങ് റിലാക്സ് ആവും. കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേക്കും. അപ്പോൾ ഒരു തരം ഫിക്സ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്കെങ്ങും പോകാൻ പറ്റില്ല. കാരണം ഇത് എപ്പോഴും വരും എന്ന് പറഞ്ഞാൽ ഇവർ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും പോയി ചികിത്സിച്ചു. ആർക്കും മനസ്സിലാവുന്നില്ല ഇതിന്റെ കാരണം എന്താണ്. ഒടുവിൽ ഇവര് ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ കൊക്കൈൻ്റെ അംശം കണ്ടു. അങ്ങനെ ഇവർ ചോദിച്ചു, അപ്പോൾ അവർ ധരിച്ചത് ഇവർ കൊക്കൈൻ ഉപയോഗിക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് അവർ കൊക്കൈൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, എന്തായാലും ചേച്ചി ഒന്ന് വരാൻ പറയാം, ഒന്ന് കണ്ടു നോക്കട്ടെ. അങ്ങനെ അവർ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ കാണാൻ മസ്കറ്റ് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പല സമയത്ത് ഒരുതരം ഹിപ്നോട്ടിക് സ്റ്റൈലിൽ ഞാൻ ഇവരെ പതുക്കെ പുറകിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല കാരണങ്ങളും ബാഹ്യ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതെന്റെ ഒരു അനുഭവം. അപ്പോൾ ഇവരെ പതുക്കെ ചർച്ച കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇനി കാര്യം സത്യത്തിൽ പിടികിട്ടിയത്. ഇവര് സൗത്ത് ആഫ്രിക്കയിലെ വൈറ്റ്സ് ആണ്. ഈ ബ്രിട്ടനിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ. അപ്പൊ അവിടെ കറുത്തവരും ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ്. ഈ ഇവരെ അച്ഛൻ പട്ടാളത്തിലെ ക്യാപ്റ്റനാണ്, വൈറ്റ്. ആ ഒരു അരോഗൻസ് അയാൾക്കുണ്ട്. അമ്മയെ ഇയാളെ കൊല്ലുക ചെയ്ത്. ഈ കുട്ടികൾ കണ്ട് ഇയാൾ അമ്മയെ കൊല്ലുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഭയവും വെറുപ്പുമാണ് അച്ഛൻ എന്ന് പറഞ്ഞത്. ഇയാളെ വീട്ടിലും പട്ടാളക്കാരനാണ്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ കുട്ടികൾ കഴിക്കാനിരുന്നാൽ ആ പട്ടാള ചിട്ടയിൽ കഴിച്ചു തീർക്കണം. എന്തെങ്കിലും അശ്രദ്ധമായിട്ട് ബാക്കി വന്നാൽ മുടിയിലിങ്ങനെ കുത്തിപ്പിടിക്കും, മൂക്ക് പാത്രത്തിലേക്ക് അമർത്തി പിടിക്കും, മുഖം പട്ടി തിന്നുന്നത് പോലെ തിന്നണം. അത് പൂർണ്ണമായും തിന്നു തീർന്നിട്ട് അയാൾ കൈ കൂടുകയുള്ളൂ. ആ രീതിയിൽ ഒരു സ്വഭാവവിശേഷം പറഞ്ഞതാണ്. അപ്പൊ ഈ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഈ സ്ത്രീയുടെ മുഖമൊക്കെ അങ്ങോട്ട് മുറുകാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ കുട്ടി എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ എന്തോ ഒരു അനുഭവം ഇവരുടെ ഉള്ളിൽ രോഗകാരകമായിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ട്രേസ് ഔട്ട് ചെയ്തപ്പോൾ ഈ അനിയത്തി പറഞ്ഞത്, ഈ സ്കൂളിൽ നിന്നൊക്കെ റിപ്പോർട്ടൊക്കെ വരുമല്ലോ, ക്ലാസ് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ഗേറ്റ് മുതലേ മാർക്ക് കുറവാണെങ്കിൽ അനിയത്തി പറയാം ഞാനങ്ങ് നിലവിളിച്ചോടാം, അപ്പൊ എനിക്ക് അടി കുറച്ചേ കിട്ടുള്ളൂ. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ, അവൾ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്തിയിട്ടില്ല. എനിക്ക് കാര്യം പിടികിട്ടിയപ്പോൾ ഭയങ്കര അഭിമാനിയായ കുട്ടിയായിരുന്നു അവൾ. അമ്മയെ കൊല്ലുന്ന സ്ത്രീ കണ്ടിട്ടുണ്ട്, അച്ഛനോട് വെറുപ്പ്. അന്ന് ആ കുട്ടി ഒരു തീരുമാനം എടുത്തു, ഇവന്റെ ആക്രമണം കൊണ്ടോ പിന്നെ മറ്റ് ഉപദ്രവം കൊണ്ടോ ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്തില്ല എന്നുള്ള ആ ഒരു കുട്ടിയുടെ ശാഠ്യം. അപ്പൊ ഇത് ക്രൂരമായി ശിക്ഷിക്കുമ്പോഴൊക്കെ കുട്ടി ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇത് ശീലിച്ച് എന്ത് പറ്റി, ഈ അമിതമായ വേദനയെ കരയാതിരിക്കാൻ വേണ്ടി ശരീരം ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവായി. എന്നിട്ട് ഈ അടിയും ഈ അക്രമവും വരുമ്പോ ഈ കുട്ടിക്ക് കൊക്കൈൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി, കരയാതെ പിടിച്ചു നിന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ വേദന അറിയാതെ ഈ കുട്ടി പിടിച്ചു നിന്നു. എന്നിട്ട് 18 വയസ്സ് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, വീട്ടിൽ നിന്ന് പുറത്തു പോയി ഫ്രീ ആയി അവരുടെ നിയമ സംവിധാനം അനുസരിച്ചിട്ട്. അപ്പോൾ ഈ വളർന്നു കഴിഞ്ഞു, കുട്ടി പിന്നെ സിറ്റിസണായി. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ പുറത്തു വന്നു. പക്ഷെ ഒരു പ്രശ്നം, ഈ സ്ഥിരം കള്ളു കുടിക്കുന്നവൻ രാവിലെ എണീക്കുമ്പോൾ കൈവറയ്ക്കും. അതുപോലെ ഇവ പിന്നെ അടി കിട്ടാനുള്ള സാഹചര്യമില്ല. പക്ഷെ ഈ
ശീലം കൂടെ കൂടെ ഈ കൊക്കൈൻ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശീലം വരാൻ തുടങ്ങി. അപ്പോൾ അന്നുള്ള എക്സ്ട്രീം സിറ്റുവേഷനിൽ ഉപയോഗിച്ചിരുന്ന സാധനം ഇന്ന് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ അത് ഉപയോഗിക്കാൻ മാർഗമില്ല. അപ്പോൾ ബോഡി കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഫിറ്റ്സ് വരുത്തുക. ഫിറ്റ്സ് വരുമ്പോൾ എന്ത് പറ്റും, ഇത് കുറച്ച് റിലീസ് ചെയ്ത് പോകും. അതായത് നമ്മുടെ ശരീരത്തിലും ഈ അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, ഒരു ഹോർമോണാണ്. ഇതെന്തിനാണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡാണ്. നമ്മൾ ഇതിലൊക്കെ ആയിരുന്ന സമയത്ത്, കാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ എപ്പോഴും അപകടം ഉണ്ടാവും. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു സിംഹം ചാടി വീഴും. നമുക്ക് ഒന്നീ സിംഹത്തേക്കാൾ വേഗത്തിൽ ഓടി രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ സിംഹത്തിനോട് ഫൈറ്റ് ചെയ്യണം. ഇത് രണ്ടും ഒരു സാധാരണ മനുഷ്യന് പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് ബോഡി ഈ സാധനം ഉണ്ടാക്കി വെച്ചത്. ഈ സമയത്ത് പെട്ടെന്ന് ഈ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അഡ്രിനാലിൻ നേരെ ബ്ലഡിൽ കലരുമ്പോൾ ഇത് ഈ ലിവർ പിന്നെ ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇത് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ BP പെട്ടെന്ന് നമ്മുടെ 110, 120 നിൽക്കേണ്ടത് 100, 800, 1000 വരെയൊക്കെ കയറും. ഈ സമയത്ത് അവൻ മൃഗമായെന്ന് മാറും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡാണ്. ആ സമയത്ത് അവന്റെ ഈ എനർജി മുഴുവൻ ഒന്ന് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കും, ഇല്ലെങ്കിൽ അവൻ ഓടാൻ ഉപയോഗിക്കും. ബോധമില്ല. അപ്പോൾ ആ എക്സ്ട്രീം മസിൽ മൂവ്മെന്റിൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനം മുഴുവൻ റിലീസാവും. അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. പിന്നെ അവൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ക്ലിയർ ആയി. പക്ഷെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇപ്പോഴും ചില സിംഹങ്ങളെയൊക്കെ നേരിടുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാൻ നോക്കൂല. ഇപ്പൊ ഒരു പവർഫുൾ രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമുക്ക് ഹെർട്ട് ചെയ്തു, ഇവനെ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ നമുക്ക് ദേഷ്യം വന്ന് അഡ്രിനാലിനൊക്കെ വന്ന്, പക്ഷേ പ്രതികരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ സപ്രസ്ഡ് ആവും. എനർജി സപ്രസ്ഡ് ആയാൽ അത് വേറെ രീതിയിൽ എക്സ്പ്രസ്ഡ് ആവും. ഇതാണ് മാറാ രോഗങ്ങളുടെ മൂല കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ തരം ലഹരിയുടെ സാധ്യതകളുണ്ട്. സ്ത്രീകൾക്ക് ട്യൂമർ വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല കാരണമായിട്ടും വരുന്നത്. അപ്പൊ ഈ തരം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ലഹരികളെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട പ്രകൃതിദത്തമായ ലഹരികളെ ആ സാഹചര്യങ്ങളെ മോക്ക് ചെയ്യും. പ്രാണനെ പിടിച്ചു നിർത്തുമ്പോൾ ശരീരം വിചാരിക്കും ഈ ചാകാൻ പോവാണ്. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഫൈറ്റ് ഫോർ ദ സർവൈവൽ. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ട്രിഗേർഡ് ആവും. അപ്പോൾ ഇത് മൃഗീയമായ വേദനയാണ് ഈ സ്തംഭനാവസ്ഥയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ സ്ഥിരമായി അങ്ങനെ വരുമ്പോൾ ആ വേദനയെ പിടിച്ചു നിർത്താൻ ഇവൻ പതുക്കെ ഈ ലഹരി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നോക്കുന്നത് ഇവിടെയാണ്, കുറി തൊടുന്ന സ്ഥലം. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? പീനിയൽ ഗ്ലാൻഡിന് ഒരു സ്രവത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിന്റെ കെമിക്കൽ കോമ്പിനേഷൻ അറിയോ? ഡൈമീഥൈൽ ട്രിപ്റ്റമിൻ എന്നാണ് അത് പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ഓൾമോസ്റ്റ് സെയിം ആസ് LSD. നമ്മൾ പിള്ളേരെ കുത്തിവെക്കുന്ന LSDയുടെ കെമിക്കൽ കോമ്പിനേഷൻ ഈ സാധനമാണ്. ഇത് പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കിയാൽ ബോഡി സ്വയം ഉണ്ടാക്കും. അത് തന്നെയാണ് ഈ അമൃതം നമ്മൾ പറയുന്നത്. യെസ്, അമൃത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എഫക്റ്റിലൂടി പിന്നെ അമിഗ്ഡാല കൂടെ ആക്റ്റീവ് ആകും. അപ്പൊ ഇത് ഭയങ്കര രസമാണ്. ഇത് പതുക്കെ താഴേക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ അരിച്ചു വരുന്നത്. അത് എത്ര കഞ്ചാവ് വലിച്ചാലോ അതൊന്നും കിട്ടുന്നില്ല. ഇതല്ലേ ശരിക്കുള്ള ബാപ്റ്റിസം ഇതല്ലേ? അതെ, ഇതൊക്കെ സിംബലൈസ് ചെയ്യുകയാണ്. ബിംബങ്ങൾ വെച്ചാൽ പ്രതീകങ്ങളാണ്. പക്ഷെ പ്രതീകങ്ങൾക്ക് അല്ലെങ്കിൽ വിഗ്രഹം വിശേഷണ ഗ്രഹ്യതീതി വിഗ്രഹമാണ്. വിശദമായി ഗ്രഹിക്കേണ്ട ഒരു ആശയമാണ് ഒന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ ആശയം കളഞ്ഞിട്ട് രൂപം മാത്രം എടുത്തുകൊണ്ട് പോണതാണ് ഈ പ്രശ്നമാവുന്നത്. അപ്പൊ ഇതിനെ ആഴത്തിൽ ഇതുപോലെ പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായി വരുന്നത്. അതിനെ ക്രിയേറ്റ് ചെയ്യുന്നവൻ എൻ്റെ അനുഭവം ഞാൻ സൃഷ്ടിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ബ്രഹ്മാവ്. ആ അനുഭവത്തെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ വിഷ്ണു. ഞാൻ അതിനെ ഇല്ലാതാക്കി അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ മഹേശ്വരൻ. അതുകൊണ്ടാണ് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന 3 ഗ്രന്ഥികൾ നമ്മുടെ അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുക. അപ്പൊ അത് ആണ് ഞാൻ അന്വേഷിച്ചു പോയത്. അത് അന്വേഷിച്ചു, അത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ഇത്രയേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മളെ എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്നാൽ ഒന്നിനോടും നമുക്ക് ഒരു മമതയും ഇല്ല. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് നിഷ്കാമ കർമ്മ, നിഷ്കാമി എന്ന്. നമ്മളെല്ലായിടത്തും ഉണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇതിനെയാണ് സമാവസ്ഥ അഥവാ സമാധി എന്ന് പറയുന്നത്. ആ സമാവസ്ഥ ആർജിച്ചവനാരോ അവനാണ് സ്വാമി, അല്ലാതെ കാഷായം കൊടുക്കുന്നവനല്ല സ്വാമി. സ്വമ്മിൽ
രമിക്കുന്നവൻ ആരോ അവൻ സ്വാമി. അതെ അതെ അതെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്? അല്ല, അത് സമാധിയിൽ തന്നെ ഹയർ കോൺഷ്യസ്നെസ്, നമ്മള് ജാഗ്രതാവസ്ഥയിൽ നിന്നും തന്ത്രാവസ്ഥയിലേക്കും തന്ത്രാവസ്ഥയിൽ നിന്ന് തുരീയാവസ്ഥയിലേക്കും പോയി കഴിയുമ്പോൾ ആ തുരീയാവസ്ഥയിൽ തന്നെ പിന്നെ 7 തലങ്ങളുണ്ട്. അല്ല, അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ചോദിച്ചത് കാരണം കൃഷ്ണനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിന്റെ അത് സമാധി അനുഭവം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ സവികൽപ്പ സമാധിയിൽ രാമനെ പറയുന്നു, അത് കഴിഞ്ഞിട്ട് നിർവികൽപ്പ സമാധിയിൽ കൃഷ്ണനെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതെല്ലാം ഈ ബുദ്ധിയുടെ അക്രമങ്ങളാണ്, പറഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. അതിൽ വലിയ കാര്യമൊന്നും. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആരാ? അവിടെയാണ് ചോദ്യം. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആരാ? ഏതോ ഒരു യാദവന് അങ്ങനെ ഒരു കൃഷ്ണനെ മഹത്വവൽക്കരിച്ച് പൂജ കാണിച്ച് ഷോ ചെയ്യുന്ന അതിന് ഒരു സംഘടിത ശക്തിയുണ്ട്. അവരുടെ ഒരു ഡൊമിനേഷനാണ് ഈ പ്രശ്നം. കർഷ്യതയെ അനേനെ ഇത് ആകർഷിക്കുന്നത്. അതെ. അപ്പൊ കൃഷ്ണൻ എവിടെയാ? ഇപ്പോ താങ്കൾ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ച ഇതങ്ങളായി വരുമോ? ഇല്ലല്ലോ. പക്ഷെ ഞാൻ മരിച്ച് ഒരു 48 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 72 മണിക്കൂറോ കഴിഞ്ഞു എന്ന് വെക്കാം. എന്നിട്ട് കയ്യിലൊന്ന് പിടിച്ചിങ്ങനെ പിടിച്ചാലോ ഞങ്ങളായി വരും. എന്തുകൊണ്ട്? കാരണം എൻ്റെ ഉള്ളിൽ എന്നിലേക്ക് എല്ലാ കോശങ്ങളെയും ബൈൻഡ് ചെയ്യുന്ന, ആകർഷിച്ച് നിർത്തുന്ന ഒരു ആത്മശക്തി അത് വിട്ടുപോയി, പോയി. അത് പോയതുകൊണ്ട് എന്ത് പറ്റി? ആകർഷിച്ച ശക്തി പോയത്, അതായത് കൃഷ്ണൻ പോയി. പിന്നെ ഇത് ശവമാ. അതങ്ങനെ കിടന്നാൽ പോലും പെരുന്ന് പോകും കുറെ കാലം കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ ഓരോ മാറ്ററിലും ഒരു ന്യൂക്ലിയസ്, ഒരു സെന്റർ ഓഫ് പോയിന്റ് ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പിന്നെ അതിന് രൂപമില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ എല്ലാ കോശങ്ങളിൽ നിന്ന് 120 ട്രില്യൺസിനെയും എൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ച് നിർത്തുന്ന ആ ശക്തിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാറ്ററും കൃഷ്ണനാണ്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു യാദവൻ ബീലി എന്ന് വെച്ച് ഇത് അത് ഒരു സിമ്പൽ കൊടുത്തത് ഈ ഒരു ആശയത്തെ ജനറേഷൻസ് ത്രൂ സജീവമായി നിലനിർത്താൻ ഗുരുക്കന്മാർ കണ്ടുപിടിച്ച ഒരു ഉപാധി മാത്രമാണ്. അല്ലാതെ ഉപാധി സത്യമാവില്ല. അവിടെയാണ് പ്രശ്നം.